അവകാശങ്ങൾ നീ പൂർത്തീകരിക്കണം. മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുക, അവരോട് മുഴുവനുമുള്ള അവകാശം നീ പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ ബാധ്യതകൾ നീ പൂർത്തീകരിക്കുക, അവർക്കുള്ള അവകാശങ്ങൾ നീ നൽകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ബലിപെരുന്നാളിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, എന്താണ് ബലിപെരുന്നാളിന്റെ പൊരുൾ? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് ബലിപെരുന്നാളിന്റെ പൊരുൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനകും ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസികളാവുന്നില്ല. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വിശ്വാസികളാവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലെ പരസ്പര സ്നേഹം ഊഷ്മളമാകും, ശക്തിപ്പെടും. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ് സലാമ ബൈനകും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സമാധാനത്തിന്റെ സന്ദേശം അത് ലോകത്തിന് നിങ്ങൾ പ്രചരിപ്പിക്കുക. രാജ്യത്ത് സമാധാന സന്ദേശങ്ങളുടെ പ്രചാരകരായി വിശ്വാസികൾ മാറണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശാന്തിയും സമാധാനവും തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. മക്കയിലെത്തിയതിനു ശേഷം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആദ്യ പ്രാർത്ഥനയും റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, പടച്ചതമ്പുരാനെ ഈ നാടിന് നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള നാടാക്കി മാറ്റണമേ എന്നായിരുന്നു നമ്മളും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും. നമ്മുടെ നാടിന്റെ നിർഭയത്വത്തിനും സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. എന്നാൽ നമ്മളിവിടെ ബലിപെരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനിയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല. അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ്, അക്രമമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ എന്നത്തെയും നിലപാടെന്ന് പറയുന്നത്. ഒരു മതവും ഒരു ആത്മീയ ചിന്തയും ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നില്ല. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണങ്ങളെ, അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെയും
രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ് സഹോദരങ്ങളെ. നാം ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി. സഹോദരങ്ങളെ, ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. 26 നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോ അതിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പേരുള്ള ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ വായിച്ചതാണ് സഹോദരങ്ങളെ. വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും അടങ്ങിയ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭീകരവാദികൾ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചപ്പോ, വെടിയുതിർത്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ പാവങ്ങളെ, നിരപരാധികളെ നിങ്ങൾ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രകോപിതരായ ഭീകരർ ആദിലിനെ കൊന്നത്. ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആ മനുഷ്യനെ കൊന്നത് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, വേണമെങ്കിൽ ആദിലിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയൊരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആദിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും ഈ 26 മനുഷ്യരുമെന്ന് അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരങ്ങളെ, ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ 26 നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം